സുനിത വില്യംസ് ഒരു അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും യുഎസ് നാവികസേനയിലെ മുൻ ഓഫീസറുമാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച വനിത എന്ന റെക്കോർഡ് അവർക്കാണ്. 1965 സെപ്റ്റംബർ 19 ഒഹായോയിലെ യൂക്ലിഡിൽ ജനിച്ച സുനിത 1987 യുഎസ് നാവിക അക്കാദമിയിൽ നിന്ന് ഫിസിക്കൽ സയൻസിൽ ബിരുദം നേടി. പിന്നീട് ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1998 നാസയുടെ ബഹിരാകാശ യാത്രിക പരിശീലനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സുനിത 2006 ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയി. അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ISS ദൗത്യമായിരുന്നു. പിന്നീട് 2012 വീണ്ടും ISSലേക്ക് യാത്ര ചെയ്തു. ഈ യാത്രയിൽ അവർ ISSന്റെ കമാൻഡറായി സേവനമനുഷ്ഠിച്ചു. സുനിത വില്യംസും ബുച്ച് വിൽമോറും 2024 ജൂൺ 5 ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ISSലേക്ക് യാത്ര തുടങ്ങി. ഇത് സ്റ്റാർലൈനറിന്റെ ആദ്യത്തെ മനുഷ്യസഹായത്തോടെയുള്ള ദൗത്യമായിരുന്നു. എന്നാൽ പേടകത്തിന് ISSമായി ബന്ധിപ്പിക്കുന്നതിലും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടായതിനാൽ അവരുടെ മടക്കം വൈകി. ഏകദേശം 9 മാസത്തോളം അവർ ISSൽ താമസിച്ചു. ഈ ദൗത്യത്തിൽ അവർക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക തകരാറുകൾ കാരണം അവരുടെ മടക്കം വൈകിയത് ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു. ദീർഘകാലം ബഹിരാകാശത്ത് താമസിക്കേണ്ടി വന്നത് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി. ഭൂമിയുമായി വളരെ കുറഞ്ഞ ബന്ധം മാത്രമാണ് ഈ സമയത്ത് അവർക്കുണ്ടായിരുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഭാരമില്ലായ്മ കാരണം പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും എല്ലുകളുടെ സാന്ദ്രത കുറയുകയും ചെയ്യുന്നതുപോലുള്ള ശാരീരിക പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. സുനിത വില്യംസിനോടൊപ്പം ഈ ദൗത്യത്തിലുണ്ടായിരുന്നത് നാസയുടെ മറ്റൊരു ബഹിരാകാശ യാത്രികനായ ബുച്ച് വിൽമോറാണ്. അദ്ദേഹം ഒരു US നാവികസേന പൈലറ്റാണ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും 2025 മാർച്ച് 18 സ്പേസ് ക്രൂ ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തി. അവർ ഇപ്പോൾ പുനരധിവാസ പരിപാടിയിലാണ്. ബഹിരാകാശ യാത്രയുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുക്തി നേടാൻ ഇത് അവരെ സഹായിക്കും. സുനിത വില്യംസിന്റെ ഈ യാത്ര ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഒരു നാഴികക്കല്ലായിരുന്നു. സാങ്കേതിക തടസ്സങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് അവർ സുരക്ഷിതമായി തിരിച്ചെത്തിയത് ബഹിരാകാശ യാത്രയുടെ സുരക്ഷിതത്വത്തെയും സാധ്യതകളെയും കൂടുതൽ ഉറപ്പിക്കുന്നു.